ഹലോ. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് കുറച്ച് അധികം തന്നെ കടലപ്പരിപ്പ് എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ കുതിരാൻ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ അവിടെ സെറ്റാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ചുരക്ക അതുപോലെ വലിയ ചുരക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നേരെ കട്ട് ചെയ്ത് പിന്നെ ഒന്നും കൂടി കട്ട് ചെയ്ത് ഇതുപോലെ തൊലി കളഞ്ഞു കൊടുക്കുക, അതിൻ്റെ കുരുവും കളഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചുരക്കയിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കളഞ്ഞ് എല്ലാം നമുക്ക് ഇതുപോലെ ചെറുതായി തന്നെ അരിയാൻ നോക്കുക. ചെറുതായിട്ട് അരിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുക്കാം. ഇനി നമുക്ക് കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വേറെ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകും കൂടി ഒന്ന് പൊട്ടിച്ച് കൊടുക്കാവേ. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കപ്പൽ മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളതിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇതുപോലെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച ചൊരക്കയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഭാഗത്ത് എന്താ ഇതിന് പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടപ്പിട്ട് മൂടിക്കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനെ അടപ്പിട്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് കൊടുക്കാവേ. അപ്പോൾ ഇതിന് കുറച്ചൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി അടപ്പിട്ട് മൂടിക്കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ചുമ്മാതെ പറയുന്നില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.